ഇപ്പോൾ ലഭിക്കുന്നത് ഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകൻ വിട ചൊല്ലി എന്നുള്ള വാർത്ത പുറത്തു വരികയാണ്. ചികിത്സയിലിരിക്കുകയായിരുന്നു പി ജയചന്ദ്രൻ എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മലയാളികളെ ഇപ്പോൾ ലെവിൻ ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. ലെവിൻ, എന്താണ് വിശദാംശങ്ങൾ? മലയാളികളുടെ ഭാവഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചത് കരൾ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ദീർഘകാലമായി ചികിത്സയിലായിരുന്നു. ഇദ്ദേഹത്തിന് ക്യാൻസർ രോഗം ഉണ്ടായിരുന്നു. ഇതേ തുടർന്നുള്ള ട്രീറ്റ്മെന്റിലായിരുന്നു ദീർഘനാളുകളായി. ദിവസങ്ങൾക്ക് മുൻപാണ് ആശുപത്രിയിൽ അവസാനമായി അഡ്മിറ്റ് ചെയ്തത്. ഇന്നലെ ഈ അസുഖബാധിതനായ ഗായകന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടായതിനെ തുടർന്ന് ഇന്നലെ ഡിസ്ചാർജ് ചെയ്തിരുന്നു. അല്പസമയങ്ങൾക്ക് മുൻപ് 6-7 മണിയോടുകൂടിയാണ് മകനും മകളും ചേർന്ന് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുവന്നത്. ആശുപത്രിയിൽ കൊണ്ടുവന്ന് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച ഉടൻ തന്നെ അധിക സമയം വൈകുന്നതിന് മുൻപേ മരണം സംഭവിക്കുകയായിരുന്നു എന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങൾ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. മലയാളികളുടെ ഭാവഗായകനായി കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി മലയാളികളുടെ സംഗീത ആസ്വാദകരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച പ്രധാനപ്പെട്ട ഗായകരിൽ പ്രധാനിയാണ് ഇദ്ദേഹം എന്ന് പി ജയചന്ദ്രൻ. നമുക്കറിയാം, മലയാളികളുടെ നാവിൻ തുമ്പത്ത് ഓടിയെത്തുന്ന നിരവധിയായിട്ടുള്ള ഭാവഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്വരമാധുര്യത്തിൽ മലയാളികൾ കേട്ട് ആസ്വദിച്ചതാണ്. 1944 മാർച്ച് 3-നാണ് സംഗീതജ്ഞനായ തൃപ്പൂണിത്തറ രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും സുഭദ്ര കുഞ്ഞമ്മയുടെയും 3ാമത്തെ മകനായി പാലിയത്ത് ജയചന്ദ്രൻ കുട്ടൻ എന്ന പി ജയചന്ദ്രൻ എറണാകുളം ജില്ലയിലെ രവിപുരത്ത് ജനിച്ചത്. പിന്നീട് കുടുംബം തൃശൂരിലെ ഇരിങ്ങാലക്കുടയിലേക്ക് താമസം മാറ്റി. കഥകളി, മൃദംഗം, ചെണ്ടവായന, പൂരം, പാടകം, ചാക്യാർ കൂത്ത് എന്നിവയുടെ എല്ലാം കമ്പമുണ്ടായിരുന്ന പി ജയചന്ദ്രൻ സ്കൂൾ കലോത്സവങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു. യേശുദാസിനൊപ്പം സ്കൂൾ കലോത്സവങ്ങളിലൂടെ വളർന്നു വന്ന മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകനായി ബി ജയചന്ദ്രൻ മാറി. മലയാളത്തിലെ ഏറ്റവും ഇതിഹാസ തുല്യരായി കരുതപ്പെടുന്ന സംഗീതജ്ഞരോടെല്ലാം ചേർന്ന് പ്രവർത്തിക്കാൻ ഭാവഗായകങ്ങൾ കൊണ്ട് ഗാനങ്ങൾ ആലപിച്ച് മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടാൻ പി ജയചന്ദ്രനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗാനഗന്ധർവൻ യേശുദാസിന്റെ ശബ്ദം സംഗീത ലോകം ആഘോഷമാക്കുമ്പോഴായിരുന്നു ജയചന്ദ്രന്റെ വളർച്ച. ഒരുപക്ഷെ സംഗീതത്തിൽ അത് ഒരു ശത്രുതാപരമായ മനോഭാവം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ജയചന്ദ്രനും യേശുദാസും ഒരേ കാലഘട്ടത്തിൽ ഒരുമിച്ച് വളർന്നു വന്ന ഗായകരാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ജയചന്ദ്രന്റെയും യേശുദാസിന്റെയും ഗാനങ്ങൾ മലയാളികൾ നെഞ്ചിലേറ്റിയപ്പോൾ ഈ രണ്ടു പേരെയും തുലനം ചെയ്ത് നോക്കിയാൽ ഗായകൻ എന്നുള്ള നിലയിൽ, ഭാവഗായകൻ എന്നുള്ള നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ വളർച്ച. പിന്നീട് പല കാലഘട്ടങ്ങളിലായി നിത്യഹരിത ഗാനങ്ങൾ ആലപിച്ച് മലയാളികളുടെ മനസ്സിൽ ഇന്നും ചിരപ്രതിഷ്ഠ നേടിയ ഗായകനാണ് പി ജയചന്ദ്രൻ. 1965 പുറത്തിറങ്ങിയ കുഞ്ഞാലി മരക്കാർ എന്ന ചിത്രത്തിലെ ഒരു മുല്ല പൂമാലയുമായി എന്ന ഗാനത്തിലൂടെയായിരുന്നു പി ജയചന്ദ്രന്റെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം. ആ ചിത്രം പുറത്തു വരുന്നതിന് മുൻപ് ദേവരാജൻ, പി ഭാസ്കരൻ കൂട്ടുകെട്ടിൽ പിറന്ന മഞ്ഞളയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനം ജയചന്ദ്രനെ തേടിയെത്തിയിരുന്നു. ഇപ്പോഴും മലയാളികളും മലയാളി ഗായകരും ആസ്വദിക്കുകയും പാടുകയും ഏത് അർദ്ധരാത്രിയിലും മലയാളികളുടെ നാവിൻ തുമ്പത്തിലേക്ക് ഓടിയെത്തുന്ന ഒരു ഗാനം അത് പി ജയചന്ദ്രന്റെ ശബ്ദ മാധുര്യത്തിലാണ് പുറത്തിറങ്ങിയതെന്നുള്ളത് നമുക്ക് മറക്കാനാവാത്ത കാര്യമാണ്. ഈ ഗാനം മലയാള സിനിമയെ സംഗീത ലോകത്ത് ജയചന്ദ്രന് സ്വന്തമായ ഒരു ഇരിപ്പിടം നൽകി. പിന്നീട് അനുരാഗ ഗാനം പോലെ, കരിമുകിൽ കാട്ടിലെ ഓലോഞ്ഞാലി കുരുവി, പൊടിവീശ മുളയ്ക്കണ കാലം, ശീരകാല മേഘം മിഥുനം, പൂവേ പാലപ്പൂവേ, പൊന്നുഷസെന്നും തേരിറങ്ങും മുകിലെ തുടങ്ങി നിരവധിയായിട്ടുള്ള ഗാനങ്ങൾ മലയാളികളുടെ മനസ്സിൽ എപ്പോഴും ഓടിയെത്തുന്ന, നാവിൻ തുമ്പിൽ ഓടിയെത്തുന്ന ഗാനങ്ങൾക്ക് ശബ്ദമാധുര്യം പകരാൻ ജയചന്ദ്രനായി എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ദീർഘനാളുകളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. മലയാള സിനിമാ ഗാനരംഗത്തെ ഒരു നിഷേധി എന്നുള്ള നിലയിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. പല സംഭവ വികാസങ്ങളിലും തുറന്ന അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയപ്പോഴെല്ലാം ജയചന്ദ്രനെ ഒരു നിഷേധിയായി മലയാള സിനിമാ ലോകവും മലയാള ഗാനശാഖയും എല്ലാം വിശേഷിപ്പിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. 78ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യം എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പറയാനാവുന്ന വിവരം. നേരത്തെ ഇദ്ദേഹത്തിന്റെ ആരോഗ്യ അവസ്ഥ വളരെ ഗുരുതരമായതോടെ കഴിഞ്ഞ ഒരു മാസം മുൻപാണ് ഇത്തരത്തിൽ തീർത്തും ക്ഷീണിതനായി ഗായകൻ മാറിയത്. പിന്നീട്
തൃശ്ശൂരിലുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജായ അമലയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം അമലയിൽ ചികിത്സയിൽ കഴിഞ്ഞു വരുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഡിസ്ചാർജ് ചെയ്തത്. ഡിസ്ചാർജ് ചെയ്തതിനൊപ്പം ഇദ്ദേഹത്തെ ഇന്നലെ വീട്ടിലേക്ക് പോകാൻ ആശുപത്രി അധികൃതർ അനുവദിച്ചിരുന്നു. ഇന്ന് വൈകുന്നേരത്തോടുകൂടി അസുഖം കലശലാവുകയായിരുന്നു. അല്പസമയങ്ങൾക്ക് മുൻപ് 7:30യോടുകൂടി പി ജയചന്ദ്രനെ ആശുപത്രിയിലേക്ക് തിരികെ എത്തിച്ച് അധികം താമസിക്കുന്നതിന് മുൻപ് തന്നെ അന്ത്യം സംഭവിച്ചു. 7:54 എന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്ന വിവരം.